അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഅബയിലേക്ക് തീർത്ഥാടനം നടത്താൻ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ജനങ്ങൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഇത് അന്ന് യമൻ ഭരിച്ചിരുന്ന അബ്രഹത്തിനെ വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. അദ്ദേഹം തൻ്റെ നാട്ടിൽ കഅബയെപ്പോലെ പുതിയൊരു ദേവാലയം പണിതു. അദ്ദേഹം ആ ദേവാലയത്തെ സ്വർണം കൊണ്ട് പൊതിഞ്ഞ് മനോഹരമാക്കി. ജനങ്ങളോട് അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും കൽപ്പിച്ചു. പക്ഷേ ആരും ആ വാക്കുകളെ ഉൾക്കൊണ്ടില്ല. ഇതിൽ ദേഷ്യം പിടിച്ച അബ്രഹത്ത് കഅബയെ പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. മക്കക്കാർ മുമ്പ് കണ്ടിട്ട് പോലുമില്ലാത്ത ആനപ്പടയുമായി അബ്രഹത്ത് കഅബ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ആനപ്പടയുടെ നേതാവ് മഹ്മൂദ് ആയിരുന്നു. തൻ്റെ തടിമിടുക്ക് കാരണം കഅബ ഒറ്റയടിക്ക് തന്നെ പൊളിച്ചു കളയുമെന്ന് അബ്രഹത്ത് തന്റെ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. അബ്രഹത്തും സംഘവും മക്കയോടടുത്തു. കൊള്ള നടത്തിക്കൊണ്ടായിരുന്നു അവരുടെ തുടക്കം. മക്ക ഖുറൈശികളുടെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളടക്കം അനേകായിരം സ്വത്തുക്കൾ അവർ കൊള്ളയടിച്ചു. മക്ക പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഅബക്ക് നേരെ മുകളിലുള്ള കുന്നിൽ കയറി അബ്രഹത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മക്കയുടെ നേതാവ് എവിടെ? എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം. ഈ സന്ദേശം അബ്ദുൽ മുത്തലിബിന്റെ ചെവിയിലെത്തി. അദ്ദേഹം അബ്രഹത്തിനോട് കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ കൂടിക്കാഴ്ചക്കിടയിൽ അബ്രഹത്ത് തങ്ങളുടെ ആഗമന ഉദ്ദേശം പറഞ്ഞു. കഅബയെ പൊളിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനെങ്ങാനും നിങ്ങൾ ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ തീർച്ചയായും ഞങ്ങൾക്ക് ഒരു യുദ്ധത്തിന് ഒരുങ്ങേണ്ടി വരും. അത് നിങ്ങളെ വല്ലാത്ത നാശത്തിലേക്കായിരിക്കും നയിക്കുക. ഇത് കേട്ട അബ്ദുൽ മുത്തലിബിന് പ്രത്യേകിച്ച് ഭാവഭേദങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ആവശ്യപ്പെട്ടു, നിങ്ങൾ പിടിച്ചെടുത്ത എൻ്റെ 200 ഒട്ടകങ്ങൾ എനിക്ക് തരണം. അബ്രഹത്ത് അത്ഭുതപ്പെട്ടു. നിങ്ങൾ കഅബ പൊളിക്കരുതെന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ ഇത്ര സ്വാർത്ഥനായ താല്പര്യക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളുടെ ഒട്ടകത്തെക്കുറിച്ച് മാത്രമാണോ നിങ്ങൾക്ക് ചിന്തയുള്ളത്? അപ്പോഴും അബ്ദുൽ മുത്തലിബിന് പ്രത്യേകിച്ച് ഭാവഭേദങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇപ്രകാരം മാത്രമാണ് പറഞ്ഞത്, കഅബക്കൊരു രക്ഷിതാവുണ്ടല്ലോ, അത് അതിനെ സംരക്ഷിച്ചു കൊള്ളും. ഇത് കേട്ട അബ്രഹത്ത് വല്ലാതെ ദേഷ്യം പിടിച്ചു. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ ലോകത്ത് എന്നെ തടയാൻ മാത്രം ഒരാൾക്കും ശക്തിയില്ല. തൻ്റെ ഒട്ടകങ്ങളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അബ്ദുൽ മുത്തലിബ് കഅബയുടെ അടുക്കൽ പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, നാഥാ, നിന്റെ ഭവനത്തെ ഈ ശത്രുക്കളിൽ നിന്നും നീ സംരക്ഷിക്കണേ. തുടർന്ന് അദ്ദേഹം മക്ക ഖുറൈശികളോട് മക്ക പട്ടണം വിട്ട് പുറത്തു പോകാൻ പറഞ്ഞു. അവരെല്ലാവരും തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കുന്നിൻ മുകളിലേക്ക് കയറിയിരുന്നു. സംഭവിക്കാൻ പോകുന്ന ദുരന്തമോർത്ത് പലരും വിങ്ങിപ്പൊട്ടുകയാണ്. കാണാൻ കൊതിക്കാത്ത കാഴ്ചകളിലേക്ക് പലരും കണ്ണും നട്ടിരിപ്പാണ്. കഅബ പൊളിക്കൽ വളരെ നിസാരമായ കാര്യമായിരുന്നു എന്നായിരുന്നു അബ്രഹത്ത് വിചാരിച്ചത്. പക്ഷേ കാര്യങ്ങളുടെ കടപ്പ് അങ്ങനെയൊന്നുമല്ലായിരുന്നു. പെട്ടെന്ന് മക്കയിൽ പ്രവേശിക്കണമെന്ന് അബ്രഹത്ത് തന്റെ സൈന്യത്തോട് ആജ്ഞാപിച്ചു. അവർ ധൃതിയിൽ കഅബ ലക്ഷ്യമാക്കി നടത്താൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. തങ്ങളുടെ സൈന്യത്തിലെ ഏറ്റവും ശക്തവാനായ ആന നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്നു. സൈനികർ ആകെ അസ്വസ്ഥരായി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എത്ര എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒരു അനക്കവും അനങ്ങുന്നില്ല. എല്ലാ ശ്രമങ്ങളും വിഫലമാവുകയാണ്. യമനിന്റെ ഭാഗത്തേക്ക് സൈന്യം തിരിഞ്ഞാൽ ആന എഴുന്നേൽക്കുന്നു. മക്കയുടെ ഭാഗത്തേക്ക് സൈന്യം തിരിഞ്ഞാൽ ആന വീണ്ടും മുട്ടുകുത്തുന്നു. വല്ലാത്തൊരവസ്ഥ. ആനയുടെ പെരുമാറ്റത്തിൽ കണ്ടുനിന്നവർക്ക് വല്ലാത്ത പരിഭ്രാന്തി തോന്നി. അധികം വൈകിയില്ല. ആകാശം കറുത്തിരുണ്ടു. അന്തരീക്ഷമാകെ ഇരുട്ടു പരന്നു. എന്തോ ഭയാനകമായ ഒരവസ്ഥയിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് അവിടെ കൂടിയ പലരും ആലോചിച്ചു. പെട്ടെന്നായിരുന്നു ആകാശത്തിൽ നിന്നും അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പരിചയപ്പെടുത്തിയ അബാബിൽ പക്ഷികൾ തങ്ങളുടെ ചുണ്ടുകളിലും കാലുകളിലും ഒതുക്കിപ്പിടിച്ച കല്ലുകളുമായി അബ്രഹത്തിന്റെ സൈന്യത്തിന് നേരെ കുതിച്ചു. സൂക്ഷിച്ചു വെച്ച കല്ലുകൾ ഓരോന്നായി അവർക്ക് നേരെ എറിഞ്ഞു. കല്ലുകൊണ്ട ഓരോ സൈനികനും നിലം പതിച്ചു. അബ്രഹത്തിന്റെ വിധിയും മറിച്ചായിരുന്നില്ല. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ തലക്കുമീതെയും അബാബിൽ പക്ഷികളുടെ കല്ലുകൾ വന്നു പതിച്ചു. ചെറിയ പക്ഷിക്കൂട്ടം വലിയ സൈന്യത്തെ തുരത്തിയോടിച്ചു. ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധമേറിയ ഭവനത്തെ അതിന്റെ ഉടമസ്ഥനായ അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു.